ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ദിലീപേട്ടൻ നായകനായിട്ട് ഇന്ന് തിയേറ്ററിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഉടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിയിരുന്നിട്ടുണ്ട്. 38 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1986 നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്ത് ഒരുക്കുന്ന ചിത്രമാണ്. അതായത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറയുന്ന ജില്ലയിൽ സംഭവിച്ച പോലീസിന്റെ നരനായിട്ടും അതിന് പ്രതിയാകേണ്ടി വന്ന കുറച്ച് ആൾക്കാരുടെ ജീവിതകഥയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റും അതോടൊപ്പം തന്നെ ടീസറും ട്രെയിലറും ടൈറ്റിൽ സോങ് ഒക്കെ വലിയ രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ ചിത്രത്തിന് മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മികച്ച ഒരു പരീക്ഷണ ചിത്രം എന്ന് തന്നെയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ഷോയ്ക്ക് മികച്ച വിശേഷണം കിട്ടിക്കൊണ്ടിരിക്കുക. ചിത്രം എന്തൊക്കെയാണ് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഹിറ്റായതുപോലെ തന്നെ അതിന് മുകളിൽ ഒരു പക്ഷേ ദിലീപിന്റെ തങ്കമണി എന്ന് പറയുന്ന സിനിമ ഹിറ്റാവുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയൊരു വിജയമായിട്ട് തങ്കമണി എന്ന് പറയുന്ന സിനിമ മാറട്ടെന്ന്. അപ്പോൾ നിങ്ങൾ എത്രയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ദിവസം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.